വെൽക്കം ടു റിയൽ അനാലിസിസ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് പ്രൂവ് ചെയ്തു. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്തത്, പ്രൂവ് ചെയ്തില്ല. അപ്പോൾ പ്രൂഫിലേക്കാണ് പോകുന്നത്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൻ്റെ പ്രൂഫ്. ഓക്കെ, നമുക്കറിയാം എക്സ് എന്നും വൈ എന്നും പോസിറ്റീവാണ് തന്നിട്ടുണ്ട്, സ്ട്രിക്ട്ലി പോസിറ്റീവ് സീക്വൻസുകളാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ആർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ എന്തായിരിക്കും? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ചൂസ് അപ്സിലോൺ ഈക്വൽ ടു ആർ ബൈ 2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. ആർ പോസിറ്റീവ് ആണെങ്കിൽ അപ്സിലോണും എന്തായിരിക്കും? ആർ ബൈ 2 പോസിറ്റീവ് ആയിരിക്കും. അപ്സിലോൺ ആയിട്ട് ആർ ബൈ 2 എടുക്കുക. ദെൻ ഫോർ ദ എബോ അപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, ഫോർ ദ എബോ അപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a k belongs to n such that modulus of xn by yn minus r ലെസ് ദാൻ അപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അല്ലേ, എക്സ് എൻ ബൈ വൈ എന്നിനെ നിങ്ങൾ സെഡ് എൻ എന്ന് വിചാരിച്ചാൽ ലിമിറ്റ് സെഡ് എൻ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മോഡ് സെഡ് എൻ മൈനസ് ആർ ലെസ് ദാൻ അപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ കെ ആവുന്ന വിധത്തിൽ ഒരു കെ കിട്ടുന്നല്ലേ അർത്ഥം. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് മോഡ് എക്സ് എൻ ബൈ വൈ എൻ മൈനസ് ആർ ലെസ് ദാൻ ആർ ബൈ 2 ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. വിച്ച് ഇംപ്ലൈസ് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ മൈനസ് ആർ ബൈ 2 ലെസ് ദാൻ എക്സ് എൻ ബൈ വൈ എൻ മൈനസ് ആർ ലെസ് ദാൻ ആർ ബൈ 2 ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. വിച്ച് ഇംപ്ലൈസ് ത്രൂ ഔട്ട് ഞാൻ ആർ ആഡ് ചെയ്താൽ ആർ ബൈ 2 ലെസ് ദാൻ, അല്ലെ, ആർ ആഡ് ചെയ്താൽ ആർ മൈനസ് ആർ ബൈ 2 എന്ന് പറഞ്ഞാൽ ആർ ബൈ 2 വരും. ആർ ബൈ 2 ലെസ് ദാൻ എക്സ് എൻ ബൈ വൈ എൻ ലെസ് ദാൻ 3 ആർ ബൈ 2 ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. വിച്ച് ഇംപ്ലൈസ് y r by 2 into yn ത്രൂ ഔട്ട് y n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ 3 r by 2 into yn, 3 r by 2 into yn for every n greater than or equal to k. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി ആദ്യം അസ്യൂം ചെയ്യുക, സപ്പോസ് വൈ എൻ കൺവേർജസ്, സപ്പോസ് സമ്മേഷൻ വൈ എൻ കൺവേർജസ്. എ ആണ് ഞാൻ പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് സമ്മേഷൻ വൈ എൻ കൺവേർജസ്, ദെൻ സമ്മേഷൻ 3 ആർ ബൈ 2 ഇൻറ്റു വൈ എൻ കൺവേർജസ്. എന്താ കാരണം? ഒരു സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു കോൺസ്റ്റൻ്റ് ആണ്. 3 ആർ ബൈ 2 കോൺസ്റ്റൻ്റ് ആണ്, ആറ് ഫിക്സഡ് ആണ്. ആറ് എന്നാണ് ഇവിടുത്തെ ലിമിറ്റാണ്. ഫിക്സഡ് ആയ കോൺസ്റ്റൻറ്റ് 3 ബൈ 2 ഇൻറ്റു ആർ എന്ന കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതും എന്ത് ചെയ്യും? ക്ലിയർലി കൺവേർജ് ചെയ്യും. കാരണം എന്താ, സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ nth പാർഷ്യൽ സമ്മ് എസ് എൻ കൺവേർജ് ചെയ്യും. എസ് എൻ കൺവേർജ് ചെയ്യുമ്പോൾ എസ് എൻ്റെ 3 ആർ ബൈ 2 ആണ് അതിൻ്റെ എസ് എൻ വരിക. സമ്മേഷൻ വൈ എന്നിൻ്റെ എസ് എൻ ആണ്. സമ്മേഷൻ വൈ എന്നിൻ്റെ nth പാർഷ്യൽ സമ്മ് എസ് എൻ ആണെങ്കിൽ 3 ആർ ബൈ 2 ഇൻറ്റു എസ് എൻ ആണ് എന്ത് വരിക? ഇത് ഈ 3 ആർ ബൈ 2 സമ്മേഷൻ 3 ആർ ബൈ 2 വൈ എൻ എന്ന സീരീസിൻ്റെ എസ് എൻ വരിക, nth പാർഷ്യൽ സമ്മ് വരിക 3 ആർ ബൈ 2 ഇൻറ്റു പഴയ എസ് എൻ വരിക. അപ്പോൾ എസ് എൻ കൺവേർജ് ചെയ്യുമ്പോൾ 3 ആർ ബൈ 2 എസ് എന്നും കൺവേർജ് ചെയ്തോളൂ. ആ രീതിയിൽ നമുക്ക് പ്രൂഫ് ആലോചിക്കുക. അപ്പോൾ സിമ്പിളായിട്ട് കിട്ടും. ഒരു സീരീസ് കൺവേർജൻ ആണെങ്കിൽ അതിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും കൺവേർജൻ ആണ്. നിങ്ങൾക്ക് അത് വേണം ഒരു എക്സസൈസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും ആൻസറൊക്കെ വേണം ചെയ്യാം. എഴുതി നിങ്ങൾ നോട്ടിലേക്ക് എഴുതുകയാണ് നല്ലത്. ഒരു സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും കൺവേർജ് ചെയ്യും. ഓക്കെ, അതിനൊരു പ്രൂഫ് നിങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഇതും കൺവേർജ് ചെയ്യും. ഇത് കൺവേർജ് ചെയ്താൽ സിൻസ് എക്സ് എൻ ലെസ് ദാൻ xn less than 3 r by 2 into yn for every n greater than or equal to k by direct comparison test. ഈ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്നുള്ള വാക്ക് നമ്മളെ ബാർട്ട്ലൈൻ ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ, പക്ഷേ വേറെ ചില ടെക്സ്റ്റിൽ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്നുണ്ട്. അപ്പം ബൈ കമ്പാരിസൺ ടെസ്റ്റ് എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് തിയറത്തിൻ്റെ പേര് എഴുതുക. എത്രയായിരുന്നു ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റിൻ്റെ പേര്? 3.7.7. അപ്പം ബൈ ഡയറക്റ്റ് കമ്പാരിസൺ എക്സാമിന് എഴുതേണ്ടത് 3.7.7 എന്നൊന്നും എഴുതിയിട്ട് കാര്യമില്ല. എക്സാമിന് ആ കമ്പാരിസൺ ടെസ്റ്റ് അവിടെ എഴുതി വെക്കുക, കമ്പാരിസൺ ടെസ്റ്റ് എഴുതി വെക്കുക. ബൈ കമ്പാരിസൺ ടെസ്റ്റ് നമുക്ക് എന്തുണ്ട് നോക്ക്, ഇതിൻ്റെ വലിയ സീരീസ് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ എക്സനും കൺവേർജ് ചെയ്യും. ബൈ കമ്പാരിസൺ ടെസ്റ്റ് സമ്മേഷൻ എക്സൻ കൺവേർജസ്. നോക്ക്, വലിയ സീരീസ് തന്നെ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചെറിയ സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും ബൈ കമ്പാരിസൺ ടെസ്റ്റ്, ബൈ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. എന്താണ് ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ കമ്പാരിസൺ ടെസ്റ്റ്. ഇനി നോക്ക്, ഇഫ് സമ്മേഷൻ എക്സൻ ഈസ് ഡൈവേർജൻ. ഇനി സപ്പോസ് summation yn is divergent, then summation yn divergent ആണ് r by 2 into yn. summation r by 2 into yn എന്താവും? ഈസ് ഡൈവേർജൻ്റ് ആവും. ഒരു സീരീസ് ഡൈവേർജൻ്റ് ആണ്, അതിൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും ഡൈവേർജൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സിൻസ്
r/2 into yn less than xn for every n greater than or equal to k ആയതുകൊണ്ട് by ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് സമ്മേഷൻ xn ഈസ് ഡൈവേർജൻറ്റ്. എന്താ കാരണം? സമ്മേഷൻ r/2 into yn തന്നെ ചെറിയ സീരീസ് തന്നെ ഡൈവേർജൻ്റാണ്. അപ്പോൾ പിന്നെ അതിനേക്കാളും വലുത് എന്തായിക്കോളും? ഡൈവേർജൻ്റ് ആവും. അത് എവിടെ നിന്ന് കിട്ടി? ബൈ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ എന്തായിക്കോളും? സമ്മേഷൻ yn ഡൈവേർജൻ്റ് ആകുമ്പോൾ സമ്മേഷൻ xനും ഡൈവേർജൻ്റ് ആവുന്നു. സമ്മേഷൻ yn കൺവേർജൻ്റ് ആകുമ്പോൾ സമ്മേഷൻ xന് കൺവേർജൻ്റ് ആവുന്നു. Therefore സമ്മേഷൻ xn convergent if and only if summation yn is convergent. ഇതാണ് നമ്മുടെ എന്ത്? ഇതിലെ എ പാർട്ട്. എ കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബി കിട്ടണം. ബി എന്താ? ബി പറയുന്നത് r 0 ആവുകയാണെങ്കിൽ ബി പാർട്ട് ഇതാണ്. ഇഫ് r ഈക്വൽ ടു 0 ദെൻ എന്താ അതിൻ്റെ അർത്ഥം? ലിമിറ്റ് ഓഫ് xn by yn is equal to 0. Okay, take epsilon equal to 1. Then there exists ഏതൊരു എപ്സിലോണിനും നമുക്കൊരു k കിട്ടും. ഈ എപ്സിലോണിനും നമുക്കൊരു k കിട്ടും such that modulus of xn by yn minus 0 less than 1 less than epsilon for every n greater than or equal to k, which implies xn by yn minus 0 എന്നാണ് xn by yn. mod xn by yn less than 1 എന്നാണ് എന്താ അർത്ഥം? xn less than 1, xn by yn less than 1, that is xn less than yn for every n greater than or equal to k. If summation yn converges, summation yn convergent ആണെങ്കിൽ by direct comparison test വലിയ സീരീസ് തന്നെ convergent ആണെങ്കിൽ ചെറിയ സീരീസ് convergent ആയിരിക്കും. by direct comparison test, that is ഏതാണ്? 3.7.7 അല്ലേ? 3.7.7 തിയറം. by 3.7.7 summation xn converges. ഓക്കെ, അപ്പോൾ r 0 ആണെങ്കിൽ സമ്മേഷൻ yn കൺവേർജന്റും ആണെങ്കിൽ സമ്മേഷൻ xn കൺവേർജന്റ് ആണ്. r 0 ആവുക, സമ്മേഷൻ xn r 0 ആയിട്ട് സമ്മേഷൻ yn കൺവേർജന്റ് ആണെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ സമ്മേഷൻ yn ഡൈവേർജന്റ് ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റൂല. സമ്മേഷൻ yn ഡൈവേർജന്റ് ആണെങ്കിൽ ചെറുതെന്താവാം? കൺവേർജന്റും ആവാം, ഡൈവേർജന്റും ആവാം. ഒന്നും പറയാനില്ല, നോട്ട് കൺക്ലൂസീബിൾ എന്ന് പറയാം. അപ്പോൾ r 0യും സമ്മേഷൻ yn കൺവേർജന്റും ആണെങ്കിൽ സമ്മേഷൻ xn കൺവേർജന്റ് ആണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുക. എക്സാമ്പിൾസ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സമ്മേഷൻ 1/n² മൈനസ് n+1. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? xn ആയിട്ട് 1/n² മൈനസ് n+1 എടുക്കുക. yn ആയിട്ട് എന്ത് എടുക്കണം? yn ആയിട്ട് നമുക്കിതാ ഇവിടെ n² ഉള്ളതുകൊണ്ട് ഇതിനൊരു പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ആയിട്ട് കൂട്ടുക. x² മൈനസ് x+1 അല്ലെ n² മൈനസ് n+1 എടുക്കുക. അപ്പോൾ yn ആയിട്ട് 1/n² എടുക്കുക. അപ്പോൾ xn by yn എന്താ വരിക? n² മൈനസ് n+1 ആ വരിക. ലിമിറ്റ് ഓഫ് xn by yn എന്ത് വരുമോ? നിങ്ങൾക്കറിയാം n² ഒക്കെ പുറത്തെടുത്ത് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 1 is a നോൺ സീറോ നമ്പർ. Therefore summation xn and summation yn converge or diverge together. നമുക്കറിയാം നമ്മളെടുത്ത സമ്മേഷൻ 1/n² കൺവേർജന്റ് ആണെന്ന്. സിൻസ് സമ്മേഷൻ 1/n² ഈസ് കൺവേർജന്റ്, summation 1/n² minus n+1 is convergent. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺക്ലൂഷൻ കൊടുക്കേണ്ടത്. സിൻസ് summation 1/n² is convergent, since summation 1/n² is convergent, summation 1/n² minus n+1 is convergent. ഇനി വേറൊരു എക്സാമ്പിൾ, summation 1/√n+1, summation 1/√n+1. ഇനി നമുക്ക് സീരീസ് ഒക്കെ കണ്ടാൽ തന്നെ പറയാൻ പറ്റും കൺവേർജന്റോ ഡൈവേർജന്റോ എന്ന്. സമ്മേഷൻ 1/√n+1. ക്ലിയർലി നമുക്കറിയാം ഇതിന്റെ പവർ എത്ര? എന്നിന്റെ പവർ ഹാഫ് ആണ്. n+1 ഹോൾ റേഷ്യോ ഹാഫ് ആണെങ്കിലും n⁻² പ്ലസ് എക്സ്പാൻഡ് ചെയ്താൽ അത് തന്നെ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? xn ആയിട്ട് നമ്മൾ ഒറിജിനൽ സീക്വൻസ് എടുക്കുക, 1/√n+1 എടുക്കുക. yn ആയിട്ട് നമുക്ക് അറിയുന്ന സീക്വൻസ് ചെയ്താൽ 1/√n. സമ്മേഷൻ 1/√n പറ്റി നമുക്ക് അറിയാമല്ലോ. സമ്മേഷൻ 1/√n എന്താ? ഡൈവേർജന്റ് ആണ്. ഇത് നമുക്ക് അറിയാം, ഡൈവേർജന്റ് ആണ് സാധനം. xn by yn എടുത്താൽ എന്താ വരിക? √n by √n+1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു √n/n+1. ലിമിറ്റ് എടുത്താൽ ലിമിറ്റ് ഓഫ് xn by yn വരിക ലിമിറ്റ് ഓഫ് √n/n+1 എന്നുള്ളത് നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ ലിമിറ്റ് എടുക്കുക. റൂട്ട് എക്സ് എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലിമിറ്റ് ഓഫ് f(x) എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ റൂട്ടിനെയും ലിമിറ്റിനെയും നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം.
ലിമിറ്റ് റൂട്ടിൻ്റെ ഉള്ളിലേക്ക് ലിമിറ്റിനെ കൊണ്ടുപോവാം. റൂട്ട് ഓഫ് ലിമിറ്റ് n/n+1 എന്ന് എഴുതാം. ഇത് എവിടെ നിന്ന് കിട്ടിയാലോ റൂട്ട് എക്സ് എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. ഇനി ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക ലിമിറ്റ് റൂട്ട് ഓഫ് ലിമിറ്റ് 1/1 + 1/n എന്ന് വരും. ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇത് 1 ആവും. റൂട്ട് 1 ആവും. റൂട്ട് 1 ഈസ് 1 നോൺ സീറോ. അഗെയിൻ നമുക്ക് 6 നോൺ സീറോ റിയൽ നമ്പറാണ് കിട്ടിയത്. നേരെ ചാടി കയറിയാണ്ട് ചില ആൾക്കാരെ എഴുതി വെക്കുന്നത് ഇത് നോൺ സീറോ നമ്പർ കിട്ടി ദെയർഫോർ ഇറ്റ് ഈസ് കൺവേർജൻ. കൺവേർജൻ ആണോ? അല്ല. ഇതിലെന്താ നമ്മൾ എടുത്ത അതുകൊണ്ട് ഇവിടെ നോൺ സീറോ വന്നതുകൊണ്ട് ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് സമ്മേഷൻ xn ആൻഡ് സമ്മേഷൻ yn കൺവേർജ് ഓർ ഡൈവേർജ് ടുഗദർ. ഒന്നുകിൽ രണ്ടാളും കൂടി കൺവേർജ് ചെയ്യും, അല്ലെങ്കിൽ രണ്ടാളും കൂടി ഡൈവേർജ് ചെയ്യും. നമ്മൾ എടുത്ത സീരീസ് കൺവേർജൻ ആണോ ഡൈവേർജൻ ആണോ എന്ന് നോക്കട്ടെ. നമ്മൾ എടുത്ത സീരീസ് സമ്മേഷൻ 1/√10 ആണ്. ഇത് ഡൈവേർജൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഒറിജിനൽ സീരീസും ഡൈവേർജൻ്റ് ആണ്. സിൻസ് summation yn is equal to summation 1/√10 is divergent, comma summation 1/√10+1 is divergent. ഡൈവേർജൻ്റ് എന്നാണ് ആൻസർ കിട്ടിയത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ സമ്മേഷൻ 1/n ഫാക്ടോറിയൽ. സമ്മേഷൻ 1/n ഫാക്ടോറിയൽ. സമ്മേഷൻ 1/n ഫാക്ടോറിയൽ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഇത് എങ്ങനെ കിട്ടുക. സമ്മേഷൻ 1/n ഫാക്ടോറിയൽ എന്തായിരിക്കും? കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ? നമുക്ക് ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ അറിയോ? n² ആയിട്ട് കമ്പയർ ചെയ്യാം. n² n ഫാക്ടോറിയൽ ആരാ വലുത്? n² n ഫാക്ടോറിയൽ വലുത്? 1 കൊടുക്കുകയാണെങ്കിൽ ഇത് 1, ഇത് രണ്ടും 1 ആണ്. 2 കൊടുക്കുകയാണെങ്കിൽ ഇത് 4, ഇത് 2 ഉള്ളൂ. 2 ഫാക്ടോറിയൽ 2 ഉള്ളൂ. 2² 4 ഉണ്ട്. 3² ആവുമ്പോൾ 9 ഉണ്ട്. 3 ഫാക്ടോറിയൽ 6 ഉള്ളൂ. 3² 9 ആണ്. 3 ഫാക്ടോറിയൽ 3² 9 ഉണ്ട്. 3 ഫാക്ടോറിയൽ 6 ഉള്ളൂ. 4² 16 ഉണ്ട്. 4 ഫാക്ടോറിയൽ 24. 5² 25. 5 ഫാക്ടോറിയൽ 120. ഇനി അങ്ങോട്ട് ഇതൊരു പോക്കാ പോവുക. n ഫാക്ടോറിയൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ആളാണ്. നമുക്കറിയാം 11 ഫാക്ടോറിയൽ എത്ര? 11 ഫാക്ടോറിയൽ ഈസ് അപ്രോക്സിമേറ്റ്ലി 4 crore. 4 കോടിയാണ് 11 ഫാക്ടോറിയൽ. 11 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 കോടിയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും n ഫാക്ടോറിയലാണ് വലുത്. പക്ഷെ എല്ലാ നമ്പറും ഇത് ശരിയല്ല. 1 ശരിയാണ്, 2ക്കും 3ക്കും ശരിയല്ല. അപ്പോൾ ഇത് ആർക്ക് ശേഷം ശരി? ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. 4ന് ശേഷം ഇത് ശരിയാണ്. ഏത്? n² ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ എന്നുള്ളത് ഉള്ള കാര്യം ആർക്ക് ശരിയാണ്? ഇറ്റ് ഈസ് ട്രൂ ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഒരു സ്റ്റേജിന് ശേഷം 4ന് ശേഷം ശരിയുള്ളൂ. അത് മതി നമുക്ക്. അങ്ങനെയാണെങ്കിൽ 1/n ഫാക്ടോറിയൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n² എന്ന് വരും. ഇനി നമുക്കറിയാം സമ്മേഷൻ 1/now സമ്മേഷൻ 1/n² ഈസ് കൺവേർജൻറ്റ്. Therefore, by direct comparison test, summation 1/n factorial is convergent. Okay? അപ്പോൾ summation 1/n factorial convergent ആണ്. ഇനി അത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റും വെച്ചിട്ടും 1/n² വെച്ചിട്ട് നിങ്ങൾക്ക് കാണട്ടത്. ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ടും ഇത് കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി